സുന്നത്ത് ജമാഅത്തിന്റെ നൂറുകണക്കിന് കൊല്ലം പഴക്കമുള്ള പള്ളി. ആ പള്ളിയിൽ മൊയ്തീൻ മുസ്ലിയാർ എന്ന് പറയുന്ന മുക്രിക്ക അതേ ബാങ്ക് കൊടുക്കാൻ വേണ്ടി രണ്ടാം ബാങ്ക്, ജുമയുടെ രണ്ടാം ബാങ്ക്, മക്കയിലെ രണ്ടാം ബാങ്കുണ്ട്, മദീനയിൽ രണ്ടാം ബാങ്കുണ്ട്. ആ രണ്ടാം ബാങ്കിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതിനു മുമ്പ് മഹാനായ ആ മുക്രിക്ക മൊയ്തീൻ മുസ്ലിയാർ അദ്ദേഹം മരണപ്പെട്ടുപോയി. അതാ മഹാസറ വിളിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബക്ക് മുമ്പ് ജനങ്ങളോട് മിണ്ടാതിരിക്കാൻ പറയൂ എന്ന് പറഞ്ഞൊരു ഹദീസിലുണ്ട്. ആ നിലക്ക് അൻസിതു റഹിമകുമുല്ലാഹ്, നിങ്ങൾ മിണ്ടാതിരിക്കുവീൻ എന്ന് പറയുന്ന മഹാസറ വിളി. അതിനു വേണ്ടി വാളും പിടിച്ച് നിൽക്കുകയാണ്. ആ മഹാസറ വിളിക്ക് നിൽക്കുമ്പോ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ എഴുന്നേറ്റിട്ട് മുസ്ലിയാരെ പിടിച്ചു. നിർത്തടാ മഹസറ, കൊടുക്കടാ ബാങ്ക് എന്ന് പറഞ്ഞ് മുസ്ലിയാരെ പിടിച്ച് പടിഞ്ഞാറോട്ട് തിരിച്ചു നിർത്തി. എന്നിട്ട് നിർബന്ധിച്ച് ബാങ്ക് കൊടുപ്പിച്ചു. അപ്പോഴേ കഥാ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലെ നേതാവ് മുഹമ്മദ് അലി ഹാജി പെട്ടെന്ന് മിമ്പറിന്റെ മുകളിലങ്ങ് കയറി. നിങ്ങൾ മനസ്സിലാക്കണം, ആ സമയത്ത് പള്ളിയിലെ ഖതീബ് നേർച്ച കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതൻ നീളക്കുപ്പായം ധരിച്ച് തലയെ കെട്ടും കെട്ടിയിട്ട് തൈർസാനും പതച്ചിട്ട് പടിഞ്ഞാറേ ചെരുവിൽ സമയം കാത്തിരിക്കുന്നുണ്ട്. അപ്പോഴാ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ മിമ്പറുമ്മ കയറിയത് അതേ കേരളത്തിലെ നേതാവ് മുഹമ്മദ് അലി ഹാജി. എന്നിട്ട് അദ്ദേഹം സലാം ചൊല്ലിയിട്ട് അവിടെ ഇരുന്നു. സുബ്ഹാനല്ലാഹ്, മുക്രിക്ക ഞെട്ടിപ്പോയി. ഖാദിയാര് വിഷമിച്ചു പോയി. നിങ്ങൾ ഓർക്കണം, കാസർഗോഡ് പോയിട്ട് അതേ ചുമട്ടുതൊഴിലാളികളോട് സമ്മതമില്ലാതെ, അല്ലെ കോഴിക്കോട് പോയിട്ട് ചുമട്ടുതൊഴിലാളികളെ സമ്മതമില്ലാതെ വലിയങ്ങാടിയിൽ നിങ്ങളൊരു കെട്ടെടുത്ത് തലയിൽ വെച്ചാൽ ആരോഗ്യത്തോടെ തിരിച്ചു പോരുമോ? അതേ സമയത്ത് പള്ളിയിലെ ഖതീബ് മിമ്പറിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുമ്പോ അദ്ദേഹത്തോടൊരക്ഷരം പറയാതെയല്ലേ ജമാഅത്തുകാരൻ മിമ്പറിൽ കയറിയത്. എന്നാൽ ഒരൽപ്പം മര്യാദയുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൂടായിരുന്നു ഖതീബിനോട്, അടുത്ത ആഴ്ച നിങ്ങൾ വരണ്ട മുസ്ലിയാരെ, ഞങ്ങൾ പള്ളി പിടിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞുകൂടായിരുന്നു? ആ ഒരു മാന്യത പോലും കാണിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് കുറ്റ്യാടിയിലെ ജുമാഅത്ത് പള്ളിയിലെ മിമ്പറിൽ പച്ച മലയാളത്തിൽ പ്രസംഗം നടത്തി ആ പള്ളി പിടിച്ചെടുത്തു. 1964 പള്ളിയുടെ തൊട്ടടുത്തുള്ള മഖ്ബറ പരസ്യമായി അങ്ങ് പൊളിച്ചു. ഇത് ഞാൻ പറഞ്ഞതല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് കെ മൗലൂദ് മൗലവി കുറ്റ്യാടിയുടെ ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾ ഓർക്കണം. അപ്പൊ നമ്മുടെ പള്ളി പിടിച്ചെടുത്തൊരു സംഭവമാണിത്.